അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാമാണ്, സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി പാർട്ടി സ്പെഷ്യൽ മട്ടൻ കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം മട്ടൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1 കിലോ മട്ടനാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് കഴുകിയെടുത്താൽ ഈ മട്ടൻ്റെ എന്തെങ്കിലും സ്മെല്ലെല്ലാം ഉണ്ടെങ്കിൽ, പൊട്ട സ്മെല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. കുക്കർ ഇപ്പം സ്റ്റൗ ഓൺ ചെയ്യണം അത്രേ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ നിറച്ചും കുരുമുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്തത്. പിന്നെ ചേർത്തത് ഒരു 1/2 മുറി ചെറുനാരങ്ങയാണ്. ഇതിലിപ്പോൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 1/2 മുറി ചെറുനാരങ്ങ ആദ്യം തന്നെ ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഓരോരുത്തരുടെ കുക്കറിൻ്റെയും മട്ടൻ്റെയും വേവ് അനുസരിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 10-15 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഡബിളായിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അത് കുറേ എണ്ണം ഉണ്ട്, 10-30 ഉണ്ട്. എത്രയും ചെറിയ ഉള്ളി ചേർത്താൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പം പിന്നെ എടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൾബ് ഫുള്ളായിട്ട് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എരിവ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു എരിവാണ് ഈ കുറുമക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിടെ വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നാൽ സിമ്മിൽ ഇട്ടിട്ട് വേവിക്കുക. ഉള്ളി ഞാനിപ്പോൾ ഇവിടെ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവാള അതെല്ലാം ഇങ്ങനെ പീസാക്കി എടുക്കുക. ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോപ്പറിലിട്ടതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചോപ്പ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്. ചെറിയ ഉള്ളിയും സവാളയും എല്ലാം ചോപ്പ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്. മട്ടൻ ഇപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് സിമ്മിലിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നതാണ്. ഇപ്പോൾ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാത്രം കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 2 വരെയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ചേർത്തിട്ടുള്ളൂ. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വഴന്ന് വന്നാൽ പിന്നെ നമ്മളെ 3 വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്ന് കിട്ടണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് പിന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു 10-20 അണ്ടിപ്പരിപ്പും, ഒരു 1/2 കപ്പ് തേങ്ങയും, 1 ടീസ്പൂൺ നിറച്ചും പെരുംജീരകവും, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച മട്ടനും ചേർത്ത് കൊടുക്കാം. മട്ടൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നമ്മളെ അരപ്പ് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും ഇങ്ങനെ തരി ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ 10 മിനിറ്റ് ആയി. അപ്പോൾ ഇത് നന്നായിട്ട് മട്ടനും എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ആദ്യം മട്ടന്ന് വന്ന വെള്ളം തന്നെ ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടി സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ 1/2 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീമും ചേർക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചേർക്കുമ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് 1 ടീസ്പൂൺ നിറച്ചും കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളി പൊരിച്ചിട്ട് ചേർക്കണം. നമ്മൾ ബിരിയാണിക്കെല്ലാം ചെയ്യുന്ന കണക്ക് നെയ്യിൽ പൊരിച്ചിട്ട് ആണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉടനെ അടച്ച് വെക്കുക. അതിൻ്റെ ഫ്ലേവറെല്ലാം അതിലേക്ക് നല്ലോണം ഇറങ്ങി കിട്ടും. അപ്പം നമ്മൾ മട്ടൻ കുറുമ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നെയ്യിൻ്റെ മണവും പിന്നെ ഈ ഉള്ളി പൊരിച്ച മണം എല്ലായിട്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തീൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇതിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ചപ്പാത്തീൻ്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഇതിലിപ്പം തേങ്ങാപ്പാലും ഫ്രഷ് ക്രീമൊക്കെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പാർട്ടി സ്പെഷ്യലൊക്കെ ആക്കിയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ മുമ്പിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ആക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.